ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ജൂലൈ മാസത്തിലെ അഭിജിത്ത് നക്ഷത്ര സമയം എപ്പോഴാണ് എന്നതിനെക്കുറിച്ചാണ്. ഒരുപാട് പേര് അഭിജിത്ത് നക്ഷത്ര സമയം വിനിയോഗിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ നടക്കാതിരുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുത്തു എന്നും പറഞ്ഞ് മെസ്സേജ് ചെയ്യാറുണ്ട്. അതിലൊരുപാട് സന്തോഷവുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്, അഭിജിത്ത് നക്ഷത്രത്തെ പറ്റി നിങ്ങളാരും ഇന്ന് വരെ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 12 മിനിറ്റും തിരുവോണം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 12 മിനിറ്റും ചേരുന്ന 24 മിനിറ്റ് സമയം. ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ മയിൽപീടിയിലിടയിൽ ഒളിപ്പിച്ചു വെച്ചു ഈ ഒരു സമയത്തെ എന്നും മായാമേഘങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചും എന്നുമൊക്കെ ഐതിഹ്യങ്ങളുണ്ട്. ഈ ഒരു 24 മിനിറ്റ് സമയത്ത് 2 നെയ്ദീപങ്ങൾ കൊളുത്തി വെച്ച് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ആ ഒരു ആഗ്രഹം നമ്മുടെ സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് വിശ്വാസം മാത്രമല്ല, ഞാൻ ഉൾപ്പെടെ ഇത് ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഇതിനു മുൻപുള്ള എല്ലാ വീഡിയോസിലും അഭിജിത്ത് നക്ഷത്ര സമയത്തെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇനിയിപ്പം ആർക്കെങ്കിലും അത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അഭിജിത്ത് നക്ഷത്രം എന്നാണ് അതിൻ്റെ പേര്. അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോസിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് എന്താണ് അഭിജിത്ത് നക്ഷത്ര സമയം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ ഒരു 24 മിനിറ്റ് എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. അപ്പം ഈ ഒരു ജൂലൈ മാസത്തിലെ അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. 2025 ജൂലൈ 12 ശനിയാഴ്ച രാവിലെ വരുന്ന ശനി ഹോരയിലാണ് ഈ പ്രാവശ്യത്തെ അഭിജിത്ത് നക്ഷത്ര സമയം എന്ന് പറയുന്നത്. ശനി എന്ന് പറയുന്നത് തന്നെ വെങ്കടേശ്വര ഭഗവാന്റെ ദിവസമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് രാവിലെ 6:24 മുതൽ 6:48 വരെയുള്ള 24 മിനിറ്റ് സമയമാണ്. ആ സമയം തന്നെയാണ് ശനിയാഴ്ചത്തെ ശനി ഹോരയിലാണ് ഈ പ്രാവശ്യം അഭിജിത്ത് നക്ഷത്രം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ പ്രാവശ്യം സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് എല്ലാവർക്കും അവധിയൊക്കെ ആയിരിക്കും, എല്ലാവരും വീട്ടിലുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സമയത്തെ വിനിയോഗിക്കണം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി, രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ ആരും നോൺ വെജ് കഴിക്കുക എന്ന് പറയുന്ന പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പിന്നെ പീരിയഡ്സും പുലവാലായ്മയുള്ളവർക്കും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. കുളിച്ച് ശുദ്ധമായി പൂജാമുറിയിൽ ഒരു ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പാത്രം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വാഴയില എടുത്താലും മതി. അതിൽ 2 നെയ്ദീപങ്ങൾ, മൺവിളക്ക് മതിയാവും. മൺവിളക്ക് കഴുകി ശുദ്ധമാക്കി, ഇപ്പോൾ എല്ലാ മാസവും ഉപയോഗിക്കുന്ന ഉണ്ടാവുമല്ലോ, അതിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നെയ്യൊഴിച്ച് കിഴക്കോട്ട് നാളം വരുന്ന രീതിയിൽ ദീപം കത്തിച്ചിട്ട് അതിൽ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് അതിന് മുൻപിലിരുന്നിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ആദ്യം നിങ്ങൾ 3 പ്രാവശ്യം ചൊല്ലണം. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടദേവതയുടെ മന്ത്രം ഓം നമോ നാരായണായ, ഓം നമ ശിവായ, അതല്ലെങ്കിൽ സ്കന്ദഷഷ്ടി കവചം, വേൽമാറൽ, അതല്ലെന്നുണ്ടെങ്കിൽ ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ആദ്യം ഈ ദീപം കൊളുത്തി നമ്മൾ നമ്മുടെ ആഗ്രഹം പറഞ്ഞിട്ട് വേണം ഈ ഒരു മന്ത്രം 3 പ്രാവശ്യം ചൊല്ലാൻ. മന്ത്രം ഇതാണ്: അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാനാം നാഥദീയ ജ്യോതിരാം നളഗംഗാധര പവധാരണ ശിവസ്യ വിഷ്ണുമേദിനാം ഭവതവലാംശുത പരിപാലയ ശരണാഗത പാഹിമ. ഇത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കാം. എല്ലാ പ്രാവശ്യവും ഞാൻ എഴുതി കാണിക്കുന്നതാണ്. അപ്പം ഈ മന്ത്രം നമ്മൾ ആദ്യം 3 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം ചൊല്ലാവുന്നതാണ്. അതിനുശേഷം ആ 24 മിനിറ്റ് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ആദ്യം പറഞ്ഞ മന്ത്രം, അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ചൊല്ലണം എന്നുള്ളത്. ആ ദീപം 24 മിനിറ്റും നമ്മൾ അണയാതെ തന്നെ നോക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത്ര മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാൻ. ഈ 24 മിനിറ്റ് എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളത് കൊണ്ട് ആരും മിസ് ചെയ്യാതെ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ എപ്പോഴാണെന്നും രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ചെയ്യേണ്ടത്, ഗോമാതാ പൂജ ചെയ്യേണ്ടത് എപ്പോഴാണ് എന്നുള്ളതുമാണ്. ആദ്യം തന്നെ ഉത്രട്ടാതി നക്ഷത്രം തുടങ്ങുന്നത് 2025 ജൂലൈ 15 ചൊവ്വാഴ്ച അതിരാവിലെയാണ്. അതായത് ചൊവ്വാഴ്ച ജൂലൈ 15-ാം തീയതി മുഴുവൻ നമ്മൾക്ക് പുരുരുട്ടാതി നക്ഷത്രമാണ്, ചൊവ്വാഴ്ച മുഴുവൻ. പിറ്റേ ദിവസം 16-ാം തീയതി ബുധനാഴ്ച മുഴുവൻ നമുക്ക് ഉത്രട്ടാതി നക്ഷത്രവും. രേവതി നക്ഷത്രം ആരംഭിക്കുന്നത് 2025 ജൂലൈ
17 വ്യാഴാഴ്ച അതിരാവിലെ 4:50 കൂടിയിട്ടാണ്. അതായത് വ്യാഴാഴ്ച ജൂലൈ 17-ാം തീയതി മുഴുവൻ നമുക്ക് രേവതി നക്ഷത്രമുണ്ട്. അന്ന് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി എങ്ങനെയാണ് രേവതി നക്ഷത്ര ലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളെ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നില്ല. പിന്നെയുള്ളത് ഗോപൂജയാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിലോ ഉത്രട്ടാതിയിലോ അല്ലെങ്കിൽ രേവതിയിലോ ഇതിൽ ഏത് ദിവസമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ദിവസം ചെയ്യാം. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് രേവതി നക്ഷത്രത്തിൽ ചെയ്യാം. കാരണം അന്ന് വ്യാഴാഴ്ചയാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ചെയ്യാം. ബുധനാഴ്ച വരുന്നതാണ്. ബുധനാഴ്ച എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണെങ്കിലും മഹാവിഷ്ണുവിനാണെങ്കിലും വളരെയധികം പ്രീതികരമായിട്ടുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വീടിനടുത്തുള്ള ഗോശാലയിലോ അങ്ങനെയല്ല എവിടെയെങ്കിലും വീടിനടുത്ത് പശുക്കളുണ്ടെങ്കിലോ അവിടെയോ പോയി നിങ്ങൾക്ക് ചെയ്യാം. ഇതൊന്നും പറ്റാത്തവർക്ക് ഞാനെപ്പോഴും പറയുന്നത് പോലെ വീട്ടിൽ ഗോമാതാവിൻ്റെ ഒരു ശിലയോ വിഗ്രഹമോ വാങ്ങിച്ച് വെച്ച് അതിന് നിങ്ങൾക്ക് അഭിഷേകം ചെയ്യുകയോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ല ഫലങ്ങൾ തന്നെ നൽകും. ഒരു 3 പ്രാവശ്യം നമ്മുടെ എല്ലാ രീതിയിലുമുള്ള കഷ്ടങ്ങളും ദോഷങ്ങളും ശുക്രദോഷവും മാറി ഐശ്വര്യം വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് അടുപ്പിച്ച് 3 പ്രാവശ്യം നമ്മൾ എങ്ങനെയാണ് ഗോപൂജ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടൊന്ന് ചെയ്തു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം കണ്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഗോപൂജ എന്ന് പറയുന്നത്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളും ദോഷങ്ങളും ഒക്കെ മാറി നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യവും സമാധാനവും സന്തോഷവും വരാൻ ഗോപൂജയേക്കാൾ മഹത്തരമായിട്ടുള്ള മറ്റൊരു പൂജ ഇല്ല എന്ന് തന്നെ പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ശിലകളോ ഫോട്ടോകളോ ഒക്കെ വാങ്ങിച്ചു വെക്കുന്നതിനേക്കാൾ നമുക്ക് ഫലം തരുന്നത് ശരിക്കുമുള്ള ഗോമാതാവിനെ പോയി കണ്ട് ഒരു പ്രാവശ്യമെങ്കിലും പൂജ ചെയ്യുന്നതാണ്. ഇപ്പം എല്ലാവർക്കും അത് സാധിക്കില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ശിലകൾ വാങ്ങിച്ചു വെച്ച് പൂജ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. സാധാരണ അതായത് യഥാർത്ഥമായിട്ടുള്ള ഒരു ഗോമാതാവിനെ പോയി കണ്ട് നമ്മൾ 3 പ്രാവശ്യം പൂജ ചെയ്യുന്നതിൻ്റെ ഫലം ചിലപ്പം ഒരു ഗോമാത ശിലയോ വിഗ്രഹമോ വാങ്ങിച്ച് വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ 21 പ്രാവശ്യം ചെയ്തെങ്കിലേ നമുക്ക് ഫലം കിട്ടിയെന്ന് വരുള്ളൂ. എന്നാൽ പോലും തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത്യുത്തമമായിട്ടുള്ള ഫലങ്ങൾ തരുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ തരുന്ന ഐശ്വര്യം തരുന്ന ഒന്നാണ് ഗോമാത എന്ന് പറയുന്നത്. കാരണം 33 ദൈവങ്ങളും ഗോമാതാവിൽ വസിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം വെറുതെയല്ല, അത് സത്യമായിട്ടുള്ള വിശ്വാസവുമാണ്. കഴിയുന്നതും എല്ലാവരും ഈ 3 ദിവസങ്ങൾ വിനിയോഗിക്കണം, പൂജ ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ ശനിയാഴ്ച വരുന്ന അഭിജിത്ത് നക്ഷത്ര സമയവും ആരും തന്നെ മിസ് ചെയ്യാതെ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സമയം ഇനി കിട്ടത്തുമില്ല. അതുകൊണ്ടാണ് വീണ്ടും ഞാനിത് പറയുന്നത്. എല്ലാവരും ഈ പൂജകളൊക്കെ ചെയ്യണം. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നിറവേറട്ടെ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.